ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചെറുതായി കട്ട് ചെയ്ത് ചിക്കൻ ആഡ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വെക്കാതെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഗാർലിക്കും കൂടിയും ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ക്യാമറ ഒരു കയ്യിൽ പിടിച്ചിട്ട് ഇളക്കണോണ്ടാട്ടോ ഇങ്ങനെ പാൻ ഇങ്ങനെ ഇളകണത്. അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക, അടിയിൽ പിടിക്കരുത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ക്യാപ്സിക്കാണ്. നമ്മുടെ അടുത്ത് ഏത് കളറാണോ ക്യാപ്സിക്കം ഉള്ളത് അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ചെറുതായി അരിഞ്ഞിട്ട് വേണം ആഡ് ചെയ്യാൻ. അത് നന്നായിട്ടൊന്ന് ഇളക്കി അതും കുറച്ച് ടൈം വെക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി ഇതൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് കുറച്ച് പാലാണ്. പാല് ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്കൊന്നത് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടി ഒറിഗാനോയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു ചീസ് സ്ലൈസും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് നമ്മൾ ഈ റെസിപ്പിയിൽ സ്കിപ്പ് ചെയ്യരുത്. ചീസാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. അടിപൊളി ക്രീമി ആൻഡ് യമ്മി റെസിപ്പിയാണ്. എന്തായാലും ഈ റെസിപ്പി ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് 100% നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ലഞ്ചായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെയായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് കുബൂസ്, റൊട്ടി അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി, പൊറാട്ട അതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു തവിടുള്ള ടൈപ്പ് റൊട്ടിയിലാണ് ഇത് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റൊട്ടി ചൂടാക്കി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ റോൾ ചെയ്തതിന് ശേഷം ഇത് 3 ആയിട്ട് കട്ട് ചെയ്തിട്ട് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.